Dear students, welcome to Franklin Lecture. This is me Vandana. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് ആണ്. അതായത് നമ്മുടെ പുതിയ സബ്ജക്റ്റ് ആണ്. ഏതാണ്? സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്ന് പറയുന്നത്. എന്താ അതിന്റെ കോഴ്സ് കോഡ്? അതായത് എല്ലാ സബ്ജക്റ്റിനും ഒരു കോഡ് ഉണ്ടാവും അല്ലെ? ഇതിന്റെ കോഴ്സ് കോഡ് എന്താ? PCEET 402 എന്ന് വെച്ചാൽ എന്താ? PC എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം കോർ പേപ്പർ ആണ് അല്ലെ? നിങ്ങളുടെ കോർ പേപ്പർ ആണ്. EET ആണ്, ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് E എന്ന് കൊടുത്തു. 402 ആണ് അതിന്റെ നമ്പർ. ഓക്കെ, ദെൻ എത്ര മാർക്കിനാ? CI എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ഇന്റേണൽ എക്സാമിനേഷൻ അല്ലെ? നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് എത്ര മാർക്കിനാണുള്ളത്? 40 മാർക്സിനാണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾ ഓൾറെഡി എസ്ത്രയിൽ കണ്ടതാണ്, അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്കിലും ഒന്നുകൂടെ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ എന്താണ്? സെം എക്സാമിനേഷൻ, അതായത് ഫൈനൽ സെം എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ചോദിക്കുക? 60 മാർക്കിനാണ് ചോദിക്കുക അല്ലെ? അപ്പൊ 40 മാർക്കിന് നിങ്ങൾക്ക് ഇന്റേണലിൽ എത്ര കിട്ടണം? മാർക്ക് കിട്ടണം. ദെൻ നമ്മൾ എന്ത് ചെയ്യും? 60 മാർക്കിന് എക്സ്റ്റേണൽ എക്സാമിനേഷൻ എഴുതും അല്ലെ? ദെൻ എക്സാമിന്റെ അവർ എന്ന് പറയുന്നത് എത്രയാ? 2 hours 30 minutes ആണ്. ദെൻ നമുക്ക് എന്തുണ്ട്? ലെക്ചററും ട്യൂട്ടോറിയലും ഇതിനുണ്ട്. എന്താണ് ലെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ? 3 hour ലെക്ചർ ആണ്. ദെൻ 1 എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ, അതായത് നിങ്ങളോട് പ്രോബ്ലംസ്, അതേപോലെ ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയൽ സെക്ഷൻസ് ഒക്കെ എന്തുണ്ടാവും? നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ? കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാനൊക്കെ പറയും ട്യൂട്ടോറിയൽസ്. ഓക്കെ, ദെൻ എന്താണ്? എത്ര ക്രെഡിറ്റ്? 4 ക്രെഡിറ്റ് ആണ്. 4 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇത് നമ്മുടെ ഈ സബ്ജക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേട്ടാൽ തന്നെ അറിയാം മെഷീൻസ് ആണ്. മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹയർ എക്സാമിനേഷൻ ഗേറ്റിനാണെങ്കിലും ഇനി ഒരു PSC ആണെങ്കിലും ഒക്കെ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇത് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയേണ്ട പ്രീ റിക്വസ്റ്റിക് ഏതാണ്? PCEET 303. PCEET 303 എന്ന് പറഞ്ഞാൽ ആരാ? DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമർ. അപ്പം DC മെഷീൻസും ട്രാൻസ്ഫോമർ ഒക്കെ പഠിച്ച സമയത്ത് തന്നെ നിങ്ങൾ അവിടുത്തെ കൺസ്ട്രക്ഷൻസ്, അവിടെയുള്ള ഓരോരോ പാർട്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു, വൈൻഡിങ് ഡയഗ്രാം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഇപ്പൊ സ്റ്റേറ്റർ എന്ന് കേട്ടാൽ അത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഒന്ന് ഓടി വരും അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് CI എത്ര മാർക്കിനാ? നമുക്ക് അറിയാം. അറ്റൻഡൻസിന് എന്തുണ്ട്? 5 മാർക്ക് ഉണ്ട്. അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നിങ്ങളെ കോളേജിൽ നമുക്ക് മാർക്ക് ഇടുന്നതാണ് അല്ലെ? അതാ ഇത്ര തൊട്ട് ഇത്ര വരെ പെർസെന്റേജ് എന്ന് വെച്ചാൽ ഒരു എന്താണ് 80 to 85% അല്ലെങ്കിൽ 90 to 95% അല്ലെങ്കിൽ 90 to 100% അങ്ങനെ ഒരു സെക്ഷൻ വയ്ക്കും. ആ സെക്ഷനിൽ ഇത്ര മാർക്ക് എന്നുണ്ടാവും അല്ലെ? അങ്ങനെ മാർക്ക് അസൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 5ൽ അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ദെൻ അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ടിന് 15 മാർക്ക് വരും. ദെൻ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിൽ 10 മാർക്ക്, സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10 മാർക്ക്. ടോട്ടൽ എത്ര മാർക്കാടാ? 40 മാർക്കാണ് നമുക്ക് എന്ത് വരിക? ഇന്റേണൽ മാർക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഫൈനൽ ഇയർ എക്സാം വന്നു. ഫൈനൽ ഇയർ എക്സാമിൽ എങ്ങനെയാ അറിയാം അല്ലെ? എങ്ങനെയായിരുന്നു? നമുക്ക് എല്ലാ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻ വീതം അല്ലെ? അതായത് എത്രയാണ്? 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വീതം വരും. അപ്പം ടോട്ടൽ എത്രയാ? എന്താണ്? 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും 3 മാർക്കിന്. അപ്പൊ 8 into 3 24 മാർക്സിന് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ പാർട്ട് ബിയിൽ എന്താ? ബാക്കി എന്താണ്? 9 മാർക്കിന് 4 മൊഡ്യൂളിൽ നിന്നുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾക്ക് സബ് ഡിവിഷൻ ആയിട്ട് വരാം. 3ഉം 6ഉം ആയിട്ട് വരാം, അല്ലെങ്കിൽ 3 സബ് ഡിവിഷൻ ആയിട്ട് വേണമെങ്കിൽ വരാം. എങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. 5+2+2 ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ 3 സബ് ഡിവിഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പൊ എന്താണ്? അങ്ങനെ 4 into 9 9 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. അറിയാലോ, ഓറാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 36 മാർക്കാണ്. അപ്പൊ 36 + 24 എത്ര കിട്ടി? നമ്മുടെ ടോട്ടൽ മാർക്ക് കിട്ടി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കോമൺ കാര്യമാണ് അല്ലെ? ഇത് നമ്മൾ ഇതിലേക്ക് പോവാണ്. എന്താണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ DC മെഷീൻസ് പഠിച്ചു, DC ജനറേറ്ററും DC മോട്ടറും ട്രാൻസ്ഫോമറും ഒക്കെ പഠിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സിങ്ക്രണസ് മെഷീൻസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് ആണ്. അതായത് AC മെഷീൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പേര് കേൾക്കുന്ന പോലെ തന്നെ 4 മൊഡ്യൂളിൽ ആദ്യത്തെ 2 മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് സിങ്ക്രണസ് മെഷീൻസിനെ കുറിച്ചും പഠിക്കുക. സിങ്ക്രണസ് ജനറേറ്ററും സിങ്ക്രണസ് മോട്ടോറും ഉണ്ടാവും. അടുത്ത 2 മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഡക്ഷൻ മെഷീൻസിനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും അടുത്ത മൊഡ്യൂൾ പോകുന്നുണ്ടാവുക കേട്ടോ. നമ്മൾ KGF1 KGF2 എന്നൊക്കെ പറയുന്ന പോലെ പാർട്ട് മൊഡ്യൂൾ 2 ആണെങ്കിലും ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് എന്താ അതിന്റെ ബാക്കിയായിരിക്കും കിടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ? മൊഡ്യൂൾ 1ൽ എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ആൻഡ് ഓപ്പറേഷൻ ഓഫ് 3 phase ആൾട്ടർനേറ്റർ. 3 phase ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിങ്ക്രണസ് ജനറേറ്റർ ആണ്. അപ്പൊ എന്താണ്? 3 phase ആൾട്ടർനേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ അറിയണം. ഈ ഒരു സെക്ഷനിൽ മൊത്തം നിങ്ങൾ അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അറിയേണ്ടി വരും. എന്ന് വെച്ചാൽ ബാക്കി പ്രിൻസിപ്പിൾ അറിയണം, പിന്നെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയണം, അതിന്റെ കൺസ്ട്രക്ഷൻ അറിയണം, ബാക്കി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം, എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ ഉണ്ടാവും
ഉണ്ടാവും അല്ലെ. അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം അറിയണം, അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും അറിയണം. അപ്പൊ ഇത്ര ഈ പറയുന്ന എന്താണ് രണ്ട് സിൻക്രണസ് മെഷീൻസിനും ഇൻഡക്ഷൻ മെഷീൻസിനും എന്താണ് നമുക്ക് ബേസ് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പഠിച്ചു. ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷന്, അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് അറിയണം. ദെൻ ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്, നമ്മൾ അവിടെ ആർമേച്ചർ വൈൻഡിങ് കൊടുക്കുന്നുണ്ട്, അതിന്റെ ടൈപ്സ് ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ പലതായിരിക്കും. അപ്പൊ വൈൻഡിങ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, ആർമേച്ചർ വൈൻഡിങ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടൈപ്പുകൾ അറിയണം. ദെൻ വൈൻഡിങ് ഡയഗ്രാം ഓഫ് 3 phase 12 slot 2-pole സിംഗിൾ ലെയർ ഫുൾ പിച്ച്ഡ് ആർമേച്ചർ വൈൻഡിങ്. എന്ത് ചെയ്യാനില്ല, വൈൻഡിങ് ഡയഗ്രാം വരയ്ക്കാനൊന്നുമില്ല, മനസ്സിലായില്ലേ? വൈൻഡിങ് വരയ്ക്കാനൊന്നുമില്ല, ജസ്റ്റ് അത് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് നമുക്ക് അറിയണം. ദെൻ അടുത്ത എന്താ, കോയിൽ സ്പാൻ ഫാക്ടർ, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ EMF ഇക്വേഷൻ, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പം നമ്മൾ ആൾട്ടർനേറ്ററിന്റെ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ദെൻ നമ്മൾ പോകുന്നത് ആൾട്ടർനേറ്ററിന്റെ ആദ്യ ടൈപ്പ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പിലേക്കാണ്. സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പ് സിൻക്രണസ് ജനറേറ്റർ ഓൺ നോ ലോഡ്. അതിൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് OCC ഉണ്ടാവും. ദെൻ സിൻക്രണസ് ജനറേറ്റർ ലോഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന ആർമേച്ചർ റിയാക്ഷൻ, എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ കേട്ടിട്ടുണ്ട്, DC മെഷീനിൽ നമ്മൾ കേട്ടതാണ്. ദെൻ സിൻക്രണസ് ഇംപിഡൻസ്, ഇക്വലന്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത്ര ഇതിലാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ ആൾട്ടർനേറ്റർ തുടങ്ങും. ആൾട്ടർനേറ്ററിലെ ആദ്യത്തെ ഡിവിഷൻ ആയിട്ടുള്ള, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ദെൻ മൊഡ്യൂൾ 2ലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ അതിന്റെ ഒപ്പം എന്തുണ്ട്, വോൾട്ടേജ് റെഗുലേഷനൂടെ ഉണ്ട്. OC ആൻഡ് SC ടെസ്റ്റ് പഠിക്കണം. ദെൻ അത് വോൾട്ടേജ് റെഗുലേഷന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് EMF മെത്തേഡ്, MMF മെത്തേഡ്, ZPF ടെസ്റ്റില് പോർട്ടിയർ മെത്തേഡ്, ദെൻ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് SI ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെക്ഷൻ ആണത്. ദെൻ നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോകുന്ന സമയത്തടാ എന്ത് പറ്റും, ആ സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പിന്റെ ബാക്കി തന്നെയാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞ 1ന്റെ ബാക്കിയാണ് 2, കാരണം 1 ഒരു 2 കൂടി കൂടുമ്പോഴാണ് സിൻക്രണസ് മെഷീൻസ്. അപ്പൊ പവർ ഫ്ലോ ഇക്വേഷൻ ഇൻ സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പ്, സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പിലെ പവർ ഫ്ലോ ഇക്വേഷൻസ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, അവിടെ ആ ഒരു സിൻക്രണസ് റോട്ടോർ ടൈപ്പിന്റെ കാര്യം കഴിഞ്ഞു. അത് കഴിച്ച സിലിണ്ടറിക്കൽ റോട്ടോർ ടൈപ്പിന്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടൈപ്പാണ് നമ്മുടെ ഏത് വരുന്നത്, നമ്മുടെ സാലിയൻ പോൾ വരുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് സിൻക്രണസ് ജനറേറ്ററിന്റെ പാരലൽ ഓപ്പറേഷൻ പഠിക്കണം. പാരലൽ ഓപ്പറേഷൻ, സിൻക്രണസ് ജനറേറ്റർ ഓൺ ഇൻഫിനിറ്റ് ബസ് ബാർ, ദെൻ മെത്തേഡ് ഓഫ് സിൻക്രണൈസേഷൻ, ദെൻ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് എക്സൈറ്റേഷൻ. അതിൽ ഇമ്പോർട്ടന്റ് ആണ് ആര്, ബി കർവും ഇൻവേർട്ടഡ് കർവ്, ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, സാലിയൻ പോൾ സിൻക്രണസ് ജനറേറ്റർ അല്ലെ. സിലിണ്ടറിക്കൽ കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് വന്നു, നമ്മുടെ സാലിയൻ പോളിലേക്ക് വന്നു. അവിടെ 2 റിയാക്ഷൻ തിയറി ഉണ്ട്, ഒരു സ്ലിപ്പ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഫേസർ ഡയഗ്രാം ഉണ്ട്, സ്ലിപ്പ് ടെസ്റ്റ് ഉണ്ട്. സ്ലിപ്പ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിറ്റർമിനേഷൻ ഓഫ് XD ആൻഡ് XQ, അത് 2 ആക്സിസ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയും. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിൻക്രണസ് ജനറേറ്റർ അവിടെ കഴിഞ്ഞു. ദെൻ നമുക്ക് ഏത് തുടങ്ങുകയാണ്, സിൻക്രണസ് ജനറേറ്റർ മോട്ടോറും ഉണ്ട് അല്ലെ. സിൻക്രണസ് ഏത് തുടങ്ങാടാ, സിൻക്രണസ് മോട്ടോർ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ സിൻക്രണസ് മോട്ടോറിൽ എന്തുണ്ട്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അറിയണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് അറിയണം. ഓക്കെ, അതേപോലെ പവർ ഡെവലപ്ഡ്, അത് രണ്ടിലും സിലിണ്ടറിക്കൽ ആണെങ്കിലും റോട്ടോർ ടൈപ്പ് ആണ്, സിലിണ്ടറിക്കൽ ആണെങ്കിലും സാലിയന്റ് ആണെങ്കിലും. ദെൻ എക്സൈറ്റേഷൻ പവർ ആൻഡ് റിലക്റ്റൻസ് പവർ, പവർ ആംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ്, ലോസ് ആൻഡ് എഫിഷ്യൻസി, ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണല്ലോ. പിന്നെ വി കർവും അതേപോലെ ഇൻവേർട്ടഡ് വി കർവും ഏത് സിൻക്രണസ് മോട്ടോറിന്റെ കേസിലും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്ത് പറ്റി, 2 മൊഡ്യൂൾ കഴിയുന്നതോടുകൂടി സിൻക്രണസ് മെഷീൻസ് നമുക്ക് കഴിഞ്ഞു. ദെൻ നമ്മൾ ഏതിലേക്ക് വന്നു, തേർഡ് മൊഡ്യൂളിലേക്ക് വന്നു. തേർഡ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ പിന്നെ ആരെ പറ്റിയാ പഠിക്കുന്നത്, ഇൻഡക്ഷൻ മെഷീനെ പറ്റിയാ പഠിക്കുന്നത്. ഇൻഡക്ഷൻ മെഷീൻ ആരാ, 3 phase ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ എന്ത് പഠിക്കേണ്ടി വരും, അതിന്റെ പ്രിൻസിപ്പിൾ പഠിക്കണം, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ ടോർക്ക് ഇക്വേഷൻ, ടോർക്ക് സ്ലിപ്പ്, കാര, ദെൻ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് ടോർക്ക്, മാക്സിമം ടോർക്ക് ആൻഡ് ഫുൾ ലോഡ് ടോർക്ക്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ദെൻ ഫേസർ ഡയഗ്രാം അറിയണം, ഇക്വലന്റ് ഡയഗ്രാം അറിയണം, പവർ ഫ്ലോ ഡയഗ്രാം, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. റെഡി ആണല്ലോ. ദെൻ എന്താ, നോ ലോഡ് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് അറിയണം. സർക്കിൾ ഡയഗ്രാം, ഇതെന്താണ്, സർക്കിൾ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സർക്കിൾ ഡയഗ്രാം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്. ദെൻ എന്താ, നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡക്ഷൻ മോട്ടോറിന്റെ അപ്പൊ ബേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യണം. ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അതിന് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ, DOL സ്റ്റാർട്ടർ ഉണ്ട്, ഓട്ടോ ട്രാൻസ്ഫോം സ്റ്റാർട്ടർ ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉണ്ട്, റോട്ടോ റെസിസ്റ്റർ സ്റ്റാർട്ടർ ഉണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത എന്താ, മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂൾ അല്ലെ. അപ്പൊ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്റ്റാർട്ടിങ് പഠിച്ചു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യണം അല്ലെ.
ബ്രേക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ട്. അത് 3 ടൈപ്പിലാണുള്ളത്. ഒന്ന് പ്ലഗിങ്, ഒന്ന് ഡൈനാമിക് ബ്രേക്കിംഗ്, പിന്നെ ഒന്ന് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അതിന്റെയൊക്കെ എന്ത് മതി? കൺസെപ്റ്റ് മതി. ഓക്കെ. ദെൻ സ്പീഡ് കൺട്രോൾ ഉണ്ട്. സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതും 3 ടൈപ്പ് ഉണ്ട്. സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ ഉണ്ട്, V/F കൺട്രോൾ ഉണ്ട്, റോട്ടോർ റെസിസ്റ്റൻസ് കൺട്രോൾ ഉണ്ട്. ഓക്കെ. അവിടെ എന്ത് പറ്റി? നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറുമായി ബന്ധപ്പെട്ട ഇൻഡക്ഷൻ മോട്ടോറുമായിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു, സ്പീഡും കൺട്രോൾ ചെയ്തു അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരെ പറ്റി പഠിക്കാൻ പോവാണ്? ഇൻഡക്ഷൻ ജനറേറ്ററിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. എന്താണ്? അത് 2 ടൈപ്പ് ഉണ്ട്. ലൈൻ എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡും ഉണ്ട്. അതിന്റെ ടോർക്ക്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ മതി. ദെൻ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക് ഫോർ ബ്രേക്കിംഗ്, മോട്ടറിംഗ് ആൻഡ് റീജനറേഷൻ. 3 കേസിൽ വരുമ്പോൾ എന്തുണ്ട്? ടോർക്ക് സ്ലിപ്പ് ക്യാര അറിയണം. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏതിലേക്കാണ് പോകുന്നത്? നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫാനിലൊക്കെ എന്തുണ്ട്? ഫാനിന്റെ റൊട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും കപ്പാസിറ്റർ പോയതായിരിക്കും എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ കിടക്കണം എവിടെയാണ്? ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലാണ്. അവിടെ നമുക്കൊരു ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി പഠിക്കാനുണ്ട്. ഇക്വലന്റ് സർക്യൂട്ട് അറിയണം, ടോർക്ക് സ്ലിപ്പ് ക്യാരി അറിയണം. അതേപോലെ തന്നെ അതിന്റെ ടൈപ്സ് ഇമ്പോർട്ടന്റ് ആണ്. സ്പ്ലിറ്റ് ഫേസ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണ്, പെർമനന്റ് കപ്പാസിറ്റർ ടൈപ്പ്, അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇത്ര എന്തിൽ വരുന്നതാണ്? നമ്മുടെ ഏതിൽ വരും? 4th മൊഡ്യൂൾ വരും. അപ്പൊ എവിടെ നിന്ന് തുടങ്ങി? സിൻക്രണസ് ജനറേറ്റർ, അതിന്റെ 2 ടൈപ്പ്, സിലിണ്ടറിക്കല്, സാലൈൻ ബോൾ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതിലേക്ക് വന്നു? സിൻക്രണസ് മോട്ടറിലേക്ക് വന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുന്നതോടുകൂടി സിൻക്രണസിന്റെ സെക്ഷൻ കഴിയും. ദെൻ നമ്മൾ ഏതിലേക്ക് വന്നു? ഇൻഡക്ഷൻ മോട്ടോർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറും ഇൻഡക്ഷൻ ജനറേറ്ററും പഠിക്കും. ദെൻ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറും പഠിക്കും. ഇത്രയും മെഷീൻസ് ആണ് നമുക്ക് എന്തിലുള്ളത്? നമ്മുടെ ഈ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1 മൊഡ്യൂളിൽ എന്താ പറയുന്നത്? 3 ഫേസ് ആൾട്ടർനേറ്റർ. ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ജനറേറ്റർ ആണല്ലേ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഏറ്റവും വേണ്ട ഒരാളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. കാരണം കറണ്ട്, ഒരു ഫാൻ ഇടുമ്പോൾ അവിടെ എന്താണ്? കറണ്ട് വന്നിട്ടാണ് അത് കറങ്ങുന്നത്. അപ്പൊ കറണ്ട് വരുന്നത് എവിടെ നിന്നാ? പവർ ജനറേഷന്റെ സ്ഥലത്തു നിന്നാണ് അല്ലെ. അതായത് നമ്മുടെ ഹൈഡ്രോ, തെർമൽ, ന്യൂക്ലിയർ തുടങ്ങിയ മേജർ പവർ പ്ലാന്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടേണ്ട എന്തൊക്കെയാ? ഒരു ആൾട്ടർനേറ്ററിന്റെ കൺസ്ട്രക്ഷൻ അറിയണം, അതിന്റെ വൈൻഡിങ്ങിനെ പറ്റി അറിയണം. ദെൻ EMF എന്താണ്, അവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും കോയിൽസ് ഫാക്ടർ ഒക്കെ എന്തൊക്കെയാണ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അറിയണം. ദെൻ എന്താണ് OCC SCV കർവ്, അതായത് നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക് റോട്ടോർ ടെസ്റ്റ്, ആർമേച്ചർ റിയാക്ഷനെ പറ്റി ഐഡിയ കിട്ടണം. അതേപോലെ ഈക്വലന്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം അറിയണം. അതേപോലെ എന്ത് വേണം? ഒരു വോൾട്ടേജ് റെഗുലേഷൻ മൾട്ടിപ്പിൾ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ്. ഇത്രയൊക്കെ അറിഞ്ഞാലല്ലേ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ദെൻ രണ്ടാമത്താണ് ഇതെന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്തി സിൻക്രണസ് ജനറേറ്റർ ആൻഡ് മോട്ടോഴ്സിലേക്ക് വന്നു അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മുടെ ഗ്രിഡ് കണക്ഷൻസിലൊക്കെ വരുന്നതാണ് ഇത് സിൻക്രണസ് മോട്ടോർ. ക്രിട്ടിക്കലി ഗ്രിഡ് കണക്റ്റഡ് ജനറേറ്റേഴ്സ് ആൻഡ് ഹൈ precision industrial drives requiring controlled power flow and reactive power management. ആ സമയത്തിലാണ് അങ്ങനത്തെ അപ്ലിക്കേഷൻസിലാണ് നമുക്കത് കൂടുതൽ വരുന്നത്. അപ്പൊ ഈ മൊഡ്യൂൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ അറിയണം? പവർ ഫ്ലോ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയണം. ദെൻ സിൻക്രണൈസേഷൻ എങ്ങനെ നടത്തുന്നതെന്ന് അറിയണം. അതേപോലെ വി കർവ് എന്താണെന്ന് അറിയണം. സ്ലിപ്പ് ടെസ്റ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, XD എങ്ങനെ, XQ എങ്ങനെ കാണുന്നതെന്ന് എന്ത് ചെയ്യണം? നമുക്ക് അറിയാൻ പറ്റണം. ദെൻ എന്താണ് പവർ ആംഗിൾ എന്താ, ടോർക്ക് ലോസ് ആൻഡ് എഫിഷ്യൻസി ഒക്കെ അറിയണം. ദെൻ മൂന്നാമത്താണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ പറയുന്നത് ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% മെഷീൻസും ഏതാണ് വരുന്നത്? ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ടോർക്ക് സ്ലിപ്പ് ക്യാര, അതിന്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, മോട്ടോർ പെർഫോമൻസ്, ബ്ലോക്ക്ഡ് റോട്ടോർ ആൻഡ് നോ ലോഡ് ടെസ്റ്റ്, അതേപോലെ എന്താണ് സർക്കിൾ ഡയഗ്രം എന്നൊക്കെ നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടും. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നത്, എങ്ങനെയാ വേണ്ടതെന്ന് അറിയണം. അതേപോലെ സ്റ്റാർട്ടേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും, നമ്മുടെ ഈ 3rd മൊഡ്യൂളിൽ അറിയാൻ പറ്റും. അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പവറിംഗ് പമ്പ്, കംപ്രസർ, കൺവെയർ, മില്ല്, എലിവേറ്റർ, അങ്ങനെ മോസ്റ്റ് റൊട്ടേറ്റിംഗ് പാർട്ടിലൊക്കെ എന്താണ് ഈ റൊട്ടേറ്റിംഗ് മെഷീനറിയിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ലാസ്റ്റ് മൊഡ്യൂൾ ആണ് ഇത് ബ്രേക്കിംഗ്, സ്പീഡ് കൺട്രോൾ ആൻഡ് പിന്നെ നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ് അല്ലെ. ആ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഒക്കെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ ഒരുപാട് ആവശ്യമുള്ളതാണ്. ദെൻ എന്താണ് ബാക്കി ബ്രേക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ?
നമുക്ക് അവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോഡേൺ HVAC, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മോഡേൺ റോബോട്ട്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എനർജി സേവിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ റിന്യൂവബിൾ എനർജി സിസ്റ്റത്തിൽ റോബോട്ടിക്സ്, HVAC, വേരിയബിൾ സ്പീഡ് ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻസിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ മൊഡ്യൂൾ പഠിക്കുന്നതോടുകൂടി ബ്രേക്കിംഗ് മെത്തേഡ്സിനെ പറ്റി നമ്മൾ പഠിക്കും. സ്പീഡ് കൺട്രോൾ, പ്രത്യേകിച്ച് അതിൽ V/F കൺട്രോൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതിനെ നമുക്ക് അറിയണം. ദെൻ എന്താണ് അണ്ടർസ്റ്റാൻഡ് ഇൻഡക്ഷൻ ജനറേറ്റർ ഫോർ റിന്യൂവബിൾ സിസ്റ്റം. ദെൻ സിംഗിൾ ഫേസ് മോട്ടോർ ടോർക്ക് അപ്ലിക്കേഷൻ. പിന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ടൈപ്പ് ഫോർ ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്യാൻ പറ്റണം. ഏതാണ് ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഇതിലേത് ഇൻഡസ്ട്രി മോട്ടോർ കൊടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ ഏതിൽ വരുന്നടാ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അതായത് മെഷീൻ, നമ്മുടെ ഒരു മെഷീൻസ് കംപ്ലീറ്റ് എന്താണ് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. പവർ ജനറേഷൻ വേണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ ചാപ്റ്ററിന്റെ ഏറ്റവും കൂടുതലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചാപ്റ്ററിൽ ഉള്ളതെന്ന് മനസ്സിലായി, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കണം എന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക് ലെക്ചേഴ്സ്. താങ്ക് യു.